നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. ഞാൻ ഇന്ന് മനോരമയിൽ ഒരു വാർത്ത വായിക്കുകയാണ്. ആ വാർത്ത എങ്ങനെയാണ്: എൻ്റെ ആമാശയം സ്വയം തിന്നുന്നു, ശതകോടീശ്വരന് വിചിത്ര രോഗം, മരണത്തെ കീഴടക്കാൻ പരീക്ഷണം. ഇത് ബ്രയാൻ ജോൺസൺ എന്നൊരു ബയോ ഹാക്കറെ പറ്റിയുള്ള ഒരു വാർത്തയാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മൾട്ടി ബില്യണയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പ്രശസ്തി നേടിയിരിക്കുന്നത് തന്നെ ആരോഗ്യ സംരക്ഷണത്തെ പറ്റി. അതായത് അദ്ദേഹത്തിന്റെ മെയിൻ ഫീൽഡ് ആന്റി ഏജിങ് ആണ്. അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് അദ്ദേഹം 30 വയസ്സോളം അദ്ദേഹം വാർദ്ധക്യം പിന്നിലാക്കി കഴിഞ്ഞു. അതായത് ഇപ്പം അദ്ദേഹത്തിനുള്ള ഒറിജിനൽ വയസ്സിന്റെ 30 വയസ്സ് കുറഞ്ഞാണ് അദ്ദേഹത്തിന് പ്രായം ഇരിക്കുന്നതിന് എന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇപ്പം നമ്മൾ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിന്റെ ഒക്കെ ഒരു ഇതെടുത്താൽ അതിൻ്റെയും മേലെയുള്ള ഒരു സപ്ലിമെന്റ് ഏജിങ് അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇദ്ദേഹം ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കാനായിട്ട്. ഏതോ ഒരു യൂട്യൂബ് ചാനലിന് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് അദ്ദേഹം വന്നു. പക്ഷെ അദ്ദേഹം വന്ന ഉടനെ തിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ അത് എയർ പൊല്യൂഷൻ ആണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ പോലും കൊടുക്കാതെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി. അങ്ങനെയാണ് ഇദ്ദേഹം പ്രശസ്തനായി നമ്മുടെ നാട്ടിലേക്ക് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇദ്ദേഹത്തെ പറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അന്തരീക്ഷത്തിലെ ഒരു പൊടി പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും അളവിലാണ് അദ്ദേഹം ആരോഗ്യത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റൊമക്കിനുള്ളിലെ ലൈനിങ്ങിനെ അറ്റാക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. ഈ അസുഖത്തിന്റെ തുടക്കം എവിടുന്നറിയാവോ? 21 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഒരു രോഗം കണ്ടെത്തിയിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നേ, ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ തൈറോയിഡും അസിഡിറ്റിയും എന്നൊരു വിഷയത്തിൽ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി കണ്ടോ. അതായത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഗ്യാസ്ട്രിക് ലൈനിനെ അറ്റാക്ക് ചെയ്യും, അത് ഓട്ടോ ഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു പ്രശ്നം ഇദ്ദേഹം ആലോചിച്ച് നോക്കി, ഇത്രയും കോടീശ്വരനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇതുവരെ ഇതിന്റെ ഒരു ചികിത്സ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അന്നേരം ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറി നോക്കി, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കി. അപ്പൊ ഇദ്ദേഹം പറയണത്, അദ്ദേഹം കുറെ ബ്ലഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ ആന്റിബോഡി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഇതിനൊരു ചികിത്സ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്യാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരം. ഈ ഹാഷിമോട്ടോസ് തുടങ്ങി ഇത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തിയേ എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ പ്രശ്നം കൂടി ഇപ്പം വന്നേ? അദ്ദേഹം അന്ന് ഹാഷിമോട്ടോസിനെ ശരിയായ രീതിയിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്തുമായിരുന്നോ? എത്തില്ലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് മേജർ ചങ്ക് ഓഫ് മെഡിക്കൽ ഫീൽഡും വിശ്വസിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഹാഷിമോട്ടോസ് എന്ന് പറയുന്നത് ഒരു ഓർഗൻ സ്പെസിഫിക് ആണെങ്കിൽ തൈറോയ്ഡ് സ്പെസിഫിക് അസുഖമാണെന്നാണ്. ഞാൻ ഏതൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിൽ എത്രയോ ഡോക്ടേഴ്സാണ് വന്ന് കമന്റ് ചെയ്യുന്നത് ഇതൊരു തൈറോയ്ഡ് സ്പെസിഫിക് അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ അസുഖത്തെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹാഷിമോട്ടോസ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡിസോർഡർ ആണ്. അത് ഏറ്റവും സോഫ്റ്റ് ഓർഗനായിട്ടും ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതുമായ തൈറോയിഡിനെ ആക്രമിച്ചു വന്നുള്ളൂ. അത് പിന്നീട് മൾട്ടിപ്പിൾ ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യും. അത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ടും വിറ്റിലിഗോ ആയിട്ടും സോറിയാസിസ് ആയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ആയിട്ട് എത്രയോ ആളുകളാണ് മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ കൊണ്ട് സഹിക്കുന്നതെന്ന് അറിയാമോ? അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ ഇതൊക്കെ തുടക്കം എവിടെയാണ്? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിലാണ്. അതായത് നമ്മൾ എപ്പോഴും ഇതിനെപ്പറ്റി ഇന്നും നിലവിലുള്ള ഒരു ചിന്തയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇന്നും ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ തൈറോയ്ഡ് ഹോർമോൺ ഗുളിക കഴിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലേ? അപ്പൊ ഇത് ഒരു സിംറ്റം മാത്രമാണ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ഒരേ ഒരു സിംറ്റമാണ് ഹോർമോൺ വേരിയേഷൻ. ബാക്കി സിംറ്റംസിനെയും ബാക്കി പ്രശ്നങ്ങളെയൊക്കെ ആര് ചികിത്സിക്കും? അത് മാറണമെങ്കിൽ ആരെ കറക്റ്റ് ചെയ്യണം? ഇമ്മ്യൂൺ സിസ്റ്റത്തെ ടാർഗറ്റ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ശതകോടീശ്വരനായ ഈ വ്യക്തിക്ക് പോലും ശരിയായ ഒരു ചികിത്സ കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ഈ ട്രീറ്റ്മെന്റിന്റെ ഒരു മൂല്യം അത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് പല ആളുകൾക്ക് ഇത് ചില ആളുകളെങ്കിലും ഇതിനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്, കൃത്യമായിട്ട് ഫോളോ അപ്പുകൾ ചെയ്യുന്നില്ല, പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് കേൾക്കുന്നില്ല, തെറ്റുകൾ വരുത്തുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് തെറ്റ് വരുത്തിയില്ല എന്ന് പറയുന്നു. പക്ഷെ അവരുടെ സിംറ്റംസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്നെ പറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആരെയാണ് ശരിക്കും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റ് വരുത്തുന്നത്, അതെന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു സെക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് വരണമെന്ന് പറഞ്ഞു വിടും. എത്ര പേര് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്?
ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്യക്തിയുടെ ഈ അനുഭവം വന്നപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം പലപ്പോഴും ഇതിന്റെ മൂല്യം മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് നിസ്സാരമായിട്ട് കാണുന്നത്. ഇത് ഇത്രയും അഫോർഡബിൾ ആയിട്ട്, അതായത് ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു വ്യക്തിക്ക് പോലും എടുക്കാൻ പറ്റുന്ന ചെലവിലായിട്ടുള്ളൂ നമ്മുടെ ട്രീറ്റ്മെന്റ്. ഈ മനുഷ്യൻ ഇനി ട്രീറ്റ്മെന്റ് അഥവാ കണ്ടുപിടിച്ചാൽ അതിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള എത്ര പേർക്ക് പറ്റും? എന്തായിരിക്കും അതിന്റെ ഒരു ചെലവ്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലല്ല, അത് ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ കിട്ടുന്ന അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.